സന്തോഷത്തോടെ ജീവിക്കാനൊന്നും അവർ സമ്മതിക്കില്ല. എന്നെ വേണ്ടാത്ത ഒരാളോടൊപ്പം ഞാൻ എന്തിനാണ് ജീവിക്കുന്നത്? എൻ്റെ സ്വന്തം കാലിൽ നിൽക്കാൻ ഞാൻ പ്രാപ്തയാണ്. എനിക്ക് പറ്റും കുഞ്ഞിനെ വളർത്താൻ. ആണുണ്ടെങ്കിൽ മാത്രമേ ഒരു സ്ത്രീക്ക് ജീവിക്കാൻ പറ്റുകയുള്ളൂ. കൊല്ലം ചൂരനാട് സ്വദേശിനിയായ രേഷ്മ മരിക്കുന്നതിന് മുൻപ് സ്വന്തം അച്ഛനെ വിളിച്ചു പറഞ്ഞതാണിത്. അതിനു പിന്നാലെയാണ് ആലപ്പുഴയിലെ ഭർത്തൃ വീട്ടിൽ രേഷ്മയെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഭർത്താവും വീട്ടുകാരുമാണ് രേഷ്മയുടെ മരണത്തിന് കാരണക്കാരെന്ന ആരോപണവുമായി കുടുംബം രംഗത്തെത്തി. ഭർത്താവിൻ്റെ വഴിവിട്ട ബന്ധങ്ങളും ഭർത്തൃ വീട്ടുകാരുടെ മാനസിക പീഡനവും യുവതിയെ മാനസികമായി തകർത്തതായി പരാതിയുണ്ട്. ഞാൻ എന്റെ സ്വന്തം കാലിൽ നിൽക്കാൻ ഞാൻ പ്രാപ്തയാണ്. എനിക്ക് പറ്റും അമ്മൂനെ വളർത്താൻ. ഒരാണുണ്ടെങ്കിൽ മാത്രമേ ഒരു സ്ത്രീക്ക് ജീവിക്കാൻ പറ്റത്തുള്ളൂ. എന്ത് ചെയ്യാൻ നമുക്ക്? ഞാൻ എങ്ങോട്ടെങ്കിലും ഒന്ന് മാറി താമസിച്ച ജോലി കൊണ്ട് ഞാൻ അവനെ നോക്കിക്കോളാം. ഇയാളെ സ്വർണ്ണം എല്ലാം എടുത്ത് വരുമ്പോ നിങ്ങളുടെ ബാധ്യതകളും ഞാൻ തീർത്ത് അതും കൊണ്ട് എന്തെങ്കിലും മിച്ചമുണ്ടെങ്കിൽ ഞാൻ ജീവിച്ചോളാം. ഇത് മനസ്സിലാക്കൂ. അച്ഛന്റെ ബാധ്യതയാണോ മക്കളുടെ ഒരു ജീവിതത്തിന്? അച്ഛാ എനിക്ക് ജീവിക്കാൻ പറ്റും വെച്ചാ മനസ്സിലാക്കി. എത്രയോ പേര് ജീവിക്കും. കാരണം ഇയാളുടെ കൂടെ തന്നെ ഞാൻ സന്തോഷത്തോടെ ജീവിക്കാൻ എന്നെ ഇവര് സമ്മതിക്കത്തില്ല. ഭർത്താവിൽ നിന്നുണ്ടായ മാനസിക പീഡനങ്ങളാണ് രേഷ്മ അച്ഛനോട് പറയുന്നത്. പുന്നപ്ര സ്വദേശി അജിത്തുമായി 2018 ഏപ്രിൽ 15-നാണ് രേഷ്മയുടെ വിവാഹം നടന്നത്. ഇക്കഴിഞ്ഞ വെള്ളിയാഴ്ച രേഷ്മയെ ഭർത്താവിൻ്റെ വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. ഭർത്താവിൻ്റെ വഴിവിട്ട ബന്ധങ്ങളും ഭർത്താവിൻ്റെയും കുടുംബത്തിൻ്റെയും മാനസിക പീഡനവുമാണ് ആത്മഹത്യ ചെയ്യാൻ കാരണമെന്നാണ് പരാതി. രേഷ്മയുടെ അന്ത്യകർമ്മങ്ങൾക്ക് ഭർത്താവ് എത്താത്തതും കുടുംബത്തിൻ്റെ സംശയം വർദ്ധിപ്പിച്ചു. ഒരു കുഞ്ഞുണ്ട് 6 വയസ്സുള്ള. അത് കഴിഞ്ഞപ്പോഴത്തേനും 2-3 വർഷം മുന്നേ ഈ എൻ്റെ ഐത്തെന്ന് പറയുന്ന മരുമോൻ്റെ ജ്യേഷ്ഠൻ അജി ആത്മഹത്യ ചെയ്തു. ആ ആത്മഹത്യ ചെയ്യാനുള്ള കാരണമെന്ന് പറഞ്ഞാൽ ഐത്തിൻ്റെ ജ്യേഷ്ഠൻ്റെ ഭാര്യയായിട്ട്, അതായത് ചേട്ടത്തിയായിട്ട് ഐത്തിനും ചേട്ടത്തിയും തമ്മിൽ അവിഹിത ബന്ധമുണ്ടായിരുന്നു. അത് അജി കാണാനിട വന്നു. അങ്ങനെയാണ് അവൻ ആത്മഹത്യ ചെയ്യുന്നത്. അതെൻ്റെ മോള് അറിഞ്ഞു കഴിഞ്ഞപ്പോൾ കുടുംബത്തിൽ വഴക്കും കാര്യങ്ങളൊക്കെ ആയി. അങ്ങനെ വന്ന് ഇതിപ്പോൾ അവളെ ഗൾഫിന് പറഞ്ഞു വിട്ടു. സുജിത എന്ന് പറയുന്നവളെ ഗൾഫിന് പറഞ്ഞു വിട്ടു. അത് കഴിഞ്ഞ് അവൾ അടുത്ത മാസം വരുന്നുണ്ട്. അപ്പോഴത്തേനും എൻ്റെ മോളോട് നീ ഡൈവേഴ്സ് മേടിച്ച് പോകണം, നിന്നെ എനിക്ക് ഇഷ്ടമല്ല, നിന്നൊപ്പം എനിക്ക് ജീവിക്കാൻ വയ്യ എന്നൊക്കെ പറഞ്ഞ് മാനസികമായിട്ട് എൻ്റെ കുഞ്ഞിനെ അങ്ങ് അവിടെ ഇട്ട് പീഡിപ്പിക്കുകയായിരുന്നു. അതിന് ഫലമായിട്ടാണ് എൻ്റെ കുഞ്ഞ് മാനസിക സംഘർഷം മൂത്താണ് ആത്മഹത്യ ചെയ്തത്. ഈ ആത്മഹത്യ ചെയ്ത് കഴിഞ്ഞാൽ അവർ എൻ്റെ കുഞ്ഞിനവിടെ സംഭവിച്ച കാര്യം എന്നോടും എൻ്റെ വീട്ടിലും എൻ്റെ കുടുംബാംഗങ്ങളോടും ആരോടും വിളിച്ചു പറഞ്ഞില്ല. നേരിട്ട പീഡനങ്ങളെക്കുറിച്ച് രേഷ്മ നോട്ട്ബുക്കിൽ കുറിച്ചിരുന്നു. ഭർത്താവിനും ഭർത്തൃ വീട്ടുകാർക്കുമെതിരെയാണ് യുവതിയുടെ കുറിപ്പ്. രേഷ്മയെ ഭർത്താവ് ശാരീരികമായും ഉപദ്രവിച്ചെന്നാണ് ആരോപണം. ആത്മഹത്യാ കേസാണ് പുന്നപ്ര പോലീസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. കൂടുതൽ തെളിവുകൾ ലഭിച്ച സാഹചര്യത്തിൽ ആത്മഹത്യാ പ്രേരണ കുറ്റവും ഗാർഹിക പീഡന നിരോധന നിയമപ്രകാരമുള്ള കുറ്റവും ചേർത്ത് കേസെടുക്കണമെന്നാണ് കുടുംബത്തിന്റെ ആവശ്യം. ഈ 2 വർഷം കൊണ്ട് അയാൾ നിങ്ങൾ പറഞ്ഞത് ശരിയായിരുന്നു. പക്ഷെ ഞാൻ അത് പറ്റിയ പോലെ അയാളുടെ പുറകെ വന്നു. അറിയാമോ, ഈ 2 വർഷം ഞാൻ അയാളെ അയാൾ പറഞ്ഞു ഞാൻ അയാളെ സ്നേഹിച്ചിട്ടില്ല, അയാളുടെ ഇഷ്ടങ്ങൾക്ക് ഞാൻ നിന്നിട്ടില്ല, അയാളുടെ വീഴ്ചയെ ഞാൻ കൈ താങ്ങിയിട്ടില്ല. ഇങ്ങനെയൊക്കെ അയാൾ പറയുന്നത്. ന്യൂസ് 18 കൊല്ലം.